വാഹനം ഓടിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വാഹനം എവിടെ പാർക്ക് ചെയ്യണം എന്നത്. അനധികൃത പാർക്കിംഗ് മൂലം ബുദ്ധിമുട്ടുന്നവരാണ് നമ്മൾ. അറിവില്ലായ്മ കൊണ്ടും അറിഞ്ഞുകൊണ്ടും ചെയ്യുന്ന അനധികൃത പാർക്കിംഗ് മറ്റു വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ്. വഴിയിൽ വണ്ടി പാർക്ക് ചെയ്ത് സാധനം വാങ്ങാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി പോകുന്നവരാണ് പലരും. പാലത്തിൽ പാർക്ക് ചെയ്ത് കാഴ്ച കാണുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പലരും മറ്റുള്ളവർക്ക് സൗകര്യമൊരുക്കി പാർക്ക് ചെയ്യുന്നവരാണ്. കേരളത്തിലെ റോഡുകളിൽ ദിനംപ്രതി വാഹന സാന്ദ്രത വർദ്ധിച്ചു വരികയാണ്. 2011 60.7 ലക്ഷം വാഹനങ്ങൾ എന്നത് 2021 148.5 ലക്ഷം എന്ന രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. അതായത് 2.5 ഇരട്ടിയോളം വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ട്രാഫിക് അച്ചടക്കത്തിലൂടെ മാത്രമേ നഗരത്തിലെ വാഹനത്തിരക്ക് നമുക്ക് നിയന്ത്രിക്കാനാകൂ. എവിടെയെല്ലാം പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ച് കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ച വിവരങ്ങൾ ഇങ്ങനെയാണ്. നോ പാർക്കിംഗ് മേഖലയിലോ പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലോ നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. മെയിൻ റോഡിൽ അതിവേഗ ട്രാഫിക്കുള്ള റോഡുകളിൽ, ഫുട്പാത്തുകളിൽ, സൈക്കിൾ ട്രാക്ക്, കാൽനട ക്രോസിംഗിനോ സമീപം പാർക്ക് ചെയ്യാൻ പാടില്ല. കൂടാതെ ബസ് സ്റ്റോപ്പുകൾ, സ്കൂളുകൾ, ആശുപത്രി എന്നിവിടെ ഏതെങ്കിലും പ്രവേശന കവാടങ്ങൾക്ക് സമീപം നിങ്ങളുടെ വാഹനം തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള ഏതെങ്കിലും റോഡ് അടയാളങ്ങൾക്ക് മുന്നിൽ, തുരങ്കത്തിൽ അല്ലെങ്കിൽ ബസ് ലൈനിൽ എന്നിവിടങ്ങളിലും പാർക്കിംഗ് അനുവദനീയമല്ല. റോഡ് ക്രോസിംഗുകൾക്ക് സമീപം, കൊടും വളവുകൾ, വളവിന് സമീപം, കുന്നിൻ മുകളിൽ അല്ലെങ്കിൽ പാലത്തിന് സമീപം വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. അംഗപരിമിതർ ഓടിക്കുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് മറ്റ് വാഹനം പാർക്കിംഗ് പാടില്ല. കൂടാതെ പാർക്കിംഗ് ഏരിയയിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും പാർക്ക് ചെയ്യരുത്. റോഡിന്റെ തെറ്റായ ഭാഗത്ത് റോഡരികിൽ വെച്ചിട്ടുള്ള മഞ്ഞ ബോക്സിൽ, റോഡിലെ മഞ്ഞ വരയിൽ, അതായത് നോ പാർക്കിംഗ് സൈൻ ബോർഡുള്ള സ്ഥലങ്ങളിൽ മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലോ ഏതെങ്കിലും ആൾക്ക് അസൗകര്യമുണ്ടാക്കുന്ന തരത്തിലോ പാർക്കിംഗ് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് സമാന്തരമായോ പാർക്കിംഗ് പാടില്ല. റോഡിന്റെ വീതി കുറഞ്ഞതോ കാഴ്ച തടസ്സപ്പെടുന്നതായ ഭാഗങ്ങളിൽ, ഉടമയുടെ സമ്മതമില്ലാത്ത സ്വകാര്യ പ്രോപ്പർട്ടികളിൽ പാർക്കിംഗ് ഒരു നിശ്ചിത സമയത്തേക്ക് അനുവദിച്ചിരിക്കുന്നിടത്ത് ആ സമയത്തിന് ശേഷം പാർക്ക് ചെയ്യരുത്. ഒരു നിശ്ചിത തരം വാഹനം അല്ലെങ്കിൽ വാഹനങ്ങൾ അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് ആ തരത്തിൽ പെടാത്ത വാഹനമോ വാഹനങ്ങളോ പാർക്ക് ചെയ്യരുത്.